Today we are going to start the new topic definite integral. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചിരുന്നു. അതിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. വേർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന്. അതിൽ എ എന്ന് പറയണത് ലോവർ ലിമിറ്റും ബി എന്ന് പറയണത് അപ്പർ ലിമിറ്റുമാണ്. അപ്പോൾ അത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് എ ടു ബി. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്, അതിന് ലിമിറ്റ് കൊടുക്കണം എ ടു ബി എന്നുള്ളത്. അത് ചെയ്യണത് എങ്ങനെയാണ്? ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ബി എന്ന് കിട്ടും. പിന്നെ മൈനസ് ചെയ്യുക. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക സ്മോൾ എ. അപ്പോൾ എഫ് ഓഫ് എ. അപ്പോൾ ആൻസർ വരുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ, വേർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ്. ഇനി അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് നോക്കാൻ ഗ്രാഫ് കൺസിഡർ ചെയ്യുക. കർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ്സ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ആ രണ്ട് ലൈൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനും എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈനും കർവും എക്സ് ആക്സിസും കൂടി ഫോം ചെയ്യുന്ന ഏരിയയാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ. ഏരിയയാണ് അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ മീനിങ് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കർവ് എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ്സ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഇനി അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. ഏരിയ ഫംഗ്ഷൻ. ഇപ്പോൾ കർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതിൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു പോയിൻ്റാണ് എക്സ് എന്ന് വിചാരിക്കുക. ദെൻ area function is capital A of x and it is equal to integral a to x f of x dx and it is the area shaded in the figure. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ക്യാപിറ്റൽ എ ഓഫ് എക്സ്. അതിനെയാണ് ഏരിയ ഫംഗ്ഷൻ എന്ന് പറയണത്. അപ്പോൾ അതിൽ ഒരു എക്സ് എന്തായാലും ഉണ്ടാവും. ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ അതിന് ഏരിയ ഫംഗ്ഷൻ എന്ന് പറയണു. നമ്മൾ നേരത്തെ ചെയ്ത ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിൽ ആൻസറിൽ എക്സ് ഉണ്ടാവില്ല. ഏരിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ എ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. നൗ വി വിൽ സ്റ്റഡി ടു തിയറംസ്. ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. Statement is, let f be a continuous function on closed interval ab and a of x be the area function, then a dash of x equal to f of x for all x element of closed interval ab. നമ്മൾ ഏരിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. എ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ അതിന് എ ഡാഷ് എക്സ് കാണുകയാണെങ്കിൽ റൈറ്റ് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് റൈറ്റ് സൈഡ് വി ഗെറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ. ഡെറിവേറ്റീവും കാണാം പിന്നെ ഇൻ്റഗ്രലും ഉണ്ട്. അപ്പോൾ രണ്ടും റിവേഴ്സ് പ്രോസസ്സാണല്ലോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. എ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വേർ എ ഓഫ് എക്സ് ഇസ് ദ ഏരിയ ഫംഗ്ഷൻ. ഇനി സെക്കൻഡ് തിയറം നോക്കാം. ഇറ്റ് ഈസ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അത് നമ്മൾ ഡെഫിനിഷനായിട്ട് പറഞ്ഞിരുന്നു. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ക്യാപിറ്റൽ എഫ് ബി ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്, then integral a to b f of x dx equal to capital F of x within the limits a to b and which is equal to f of b minus f of a. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് ആദ്യം എഴുതാം. വിത്തിൻ ദ ലിമിറ്റ്സ് 2 to 3 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ 3 ക്യൂബ് ബൈ 3 എന്ന് കിട്ടും 27 by 3 മൈനസ് ഇനി ലോവർ ലിമിറ്റ് 2 കൊടുക്കുക എക്സിന്.
അപ്പോൾ 8/3. 27/3 മൈനസ് 8/3 ഈക്വൽ ടു 19/3. ഇതാണ് ആൻസർ. ഇനി പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ്റഗ്രൽ 1 to 2 x by x plus 1 into x plus 2 dx. ഇപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ പഠിച്ചിട്ടുള്ള മെത്തേഡ്സൊക്കെ അറിയണം. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കണം. എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ആ മെത്തേഡിൽ നിന്ന് തുടങ്ങണം. ലെറ്റ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 plus b into x plus 1. Now put x equal to -1. Then we get -1 is equal to a into -1 plus 2. Therefore a is equal to -1. Next put x equal to -2. Then -2 equal to b into -2 plus 1. Therefore -2 equal to b into -1. That is b is equal to 2. Thus we have x by x plus 1 into x plus 2 equal to -1 by x plus 1 plus 2 by x plus 2. Therefore integral 1 to 2 x by x plus 1 into x plus 2 dx equal to integral 1 to 2 -1 by x plus 1 plus 2 by x plus 2 dx. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് 2 വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 2. അത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അവിടെ കാണിക്കുക. ഇനി നമ്മൾ ചെയ്യണത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുക ആദ്യം. അപ്പോൾ -log3 പ്ലസ് 2 log 4 എന്ന് വരും മോഡുലസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട്. ഇനി മൈനസ്, ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതാം കേട്ടോ. അത് -log2 പ്ലസ് 2 log 3. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റാം. -log3 പ്ലസ് 2 log 4 പ്ലസ് log 2 മൈനസ് 2 log 3 ഈക്വൽ ടു, ഇനി -log3യും ലാസ്റ്റ് ടേം -2 log 3യും ഒരുമിച്ച് എഴുതിയാൽ -3 log 3 എന്ന് കിട്ടും. പ്ലസ് ഇനി 2 log 4ന് log 4 സ്ക്വയറിന് എഴുതാം. നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതത്തിലുള്ളതാണ്. log x റേസ് ടു n ആണ് n log x. അപ്പോൾ അതിനെ log 4 സ്ക്വയറിന് എഴുതി പ്ലസ് log 2. ഇനി നമ്മൾ ചെയ്യണത് പ്രോപ്പർട്ടീസ് ലോഗരിതത്തിൻ്റെ യൂസ് ചെയ്യാണ്. log a പ്ലസ് log b ആണെങ്കിൽ log a b എന്ന് എഴുതും. log a മൈനസ് log b ആണെങ്കിൽ log a ബൈ b എന്ന് എഴുതും. അപ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. log 4 സ്ക്വയർ ഇൻറ്റു 2 ബൈ 3 ക്യൂബ്. 3 ക്യൂബ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? -3 log 3നെ മൈനസ് log 3 ക്യൂബ് എന്ന് എഴുതാം. മൈനസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആയിരിക്കും പിന്നെ വരിക. അപ്പോൾ ആൻസർ log 32/27. Now question number 2. Integral 4 to 9 root x divided by 30 minus x raised to 3/2 whole square dx. ഇത് നമ്മൾ മുമ്പ് പഠിച്ച മെത്തേഡുകളിൽ പെടുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് നോക്ക്. 30 മൈനസ് എക്സ് റേസ് ടു 3/2ന് ടി എന്ന് കൊടുത്തിട്ട് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ -3/2 എക്സ് റേസ് ടു 3/2 മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ദാറ്റ് ഈസ് -3/2 ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇതിൽ റൂട്ട് എക്സ് ഡി എക്സ് അവിടെ ഉണ്ട്. അപ്പോൾ റൂട്ട് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാം? -2/3 ഡി ടി എന്ന് എഴുതാം. Therefore integral root x divided by 30 minus x raised to 3/2 whole square dx equal to -2/3 integral dt by t square എന്ന് വരും. That is -2/3 into 1/t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ -1/t which is equal to 2/3t എന്ന് വരും. അതിൽ ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2/3 ഇൻറ്റു 30 മൈനസ് എക്സ് റേസ് ടു 3/2. അപ്പോൾ നമുക്കിനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാം. Therefore integral 4 to 9 root x divided by 30 minus x raised to 3/2 whole square dx equal to 2/3 into 1/30 minus x raised to 3/2 within the limits 4 to 9 equal to 2/3 into first upper limit കൊടുക്കണം. അപ്പോൾ 1/30 മൈനസ് 9 റേസ് ടു 3/2
മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1/30 മൈനസ് 4^3/2 വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1/30 മൈനസ് 9^3/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 ക്യൂബാണ്. അപ്പോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 27 ആണ് വരിക. മൈനസ് 1/30 മൈനസ് 4^3/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 ക്യൂബ്. ചെയ്ത് നോക്കുമ്പോൾ അറിയാം 8 ആണ് വരിക. അപ്പോൾ 30 മൈനസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1/3 മൈനസ് 1/22. ഇനി അത് സിംപ്ലിഫൈ ചെയ്യണം LCM എടുത്തിട്ട്. അപ്പോൾ 2/3 ഇൻറ്റു 22 മൈനസ് 3 ഡിവൈഡഡ് ബൈ 66 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 19/33 വിച്ച് ഇസ് ഈക്വൽ ടു 19/99. ഇതാണ് ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ്റഗ്രൽ 0 to π/4 സൈൻ ക്യൂബ് 2t ഇൻറ്റു കോസ് 2t dt. ഇവിടെ അത് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. സൈൻ 2tക്ക് യു എന്ന് കൊടുത്തിട്ട് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ കോസ് 2t ഇൻറ്റു 2dt ഈക്വൽ ടു ഡി യു എന്ന് വരും. അതിൽ കോസ് 2t dt അവിടെ ഉണ്ട്. അപ്പോൾ കോസ് 2t dtനെ നമുക്ക് du/2 എന്ന് എഴുതാം. ദെർഫോർ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കുക. നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ u³ ഇൻറ്റു du/2. ഹാഫ് പുറത്തെടുത്തിട്ട് u³ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഹാഫ് ഇൻറ്റു u⁴/4. ഇനി യുവിന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ സൈൻ (4) 2t ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാം. ഇൻ്റഗ്രൽ 0 to π/4 സൈൻ ക്യൂബ് 2t ഇൻറ്റു കോസ് 2t dt ഈക്വൽ ടു സൈൻ (4) 2t ഡിവൈഡഡ് ബൈ 8 വിത്തിൻ ദ ലിമിറ്റ് 0 to π/4. അപ്പോൾ 1/8 ഔട്ട് സൈഡ് എടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കാം ആദ്യം. അപ്പോൾ സൈൻ (4) π/2 എന്നാവും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ (4) 0 എന്നാവും. ടിക്കാണ് നമ്മൾ അപ്പർ ലിമിറ്റ് അതുപോലെ ലോവർ ലിമിറ്റ് കൊടുക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1/8. Now question number 4. Integral 1 to √3 dx by 1 plus x square. ഇത് ഡയറക്റ്റ് ചെയ്യാം, എളുപ്പമുള്ളതാണ്. 1/1 plus x സ്ക്വയറിന് ഇൻ്റഗ്രൽ tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് x എന്ന് എഴുതാം വിത്തിൻ ദ ലിമിറ്റ്സ് 1 to √3. ഇനി ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക tan ഇൻവേഴ്സ് √3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 1 വിച്ച് ഇസ് ഈക്വൽ ടു π/3 മൈനസ് π/4 എന്ന് വരും. tan ഇൻവേഴ്സ് √3 π/3 ആണ്. tan ഇൻവേഴ്സ് 1 π/4 ആണ്. അപ്പോൾ π/3 മൈനസ് π/4. ഇനി LCM എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് π/12 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ്റഗ്രൽ 0 to 2/3 dx by 4 plus 9x square. നമുക്കിതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1/4 plus 9x square dx ഈക്വൽ ടു ഇവിടെ 1/ax² plus bx plus c ഫോമാണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണം. അപ്പോൾ 9 ഔട്ട് സൈഡ് എടുക്കാം. ഇൻ്റഗ്രൽ 1/9 ഇൻറ്റു x² plus 4/9 dx. ഇതിൽ 1/9 ഇൻ്റഗ്രലിന് പുറത്തെഴുതാം. 1/9 ഇൻ്റഗ്രൽ 1/x² plus 4/9 2/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം dx. 1/9 ഇൻറ്റു ഇത് 1/x² plus a² ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാം. 1/9 ഇൻറ്റു എന്ത് വരും 1/2/3 tan ഇൻവേഴ്സ് x/2/3 വിച്ച് ഇസ് ഈക്വൽ ടു 3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് 1/6 tan ഇൻവേഴ്സ് 3x/2 എന്ന് എഴുതാം. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാം. ഇൻ്റഗ്രൽ 0 to 2/3 dx by 4 plus 9x² ഈക്വൽ ടു നമ്മൾ കണ്ടുവച്ചതിന് ലിമിറ്റ് കൊടുക്കണം. 1/6 tan ഇൻവേഴ്സ് 3x/2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2/3 വിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഔട്ട് സൈഡ് എടുക്കാം. അപ്പർ ലിമിറ്റ് 2/3 കൊടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 1 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 0 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു π/4 മൈനസ് 0 ആൻഡ് ആൻസർ ഇസ് π/24. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 0 to π/2 cos square x dx. അപ്പോൾ ഇവിടെ നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ മെത്തേഡാണ്.
അപ്പോൾ അത് വെച്ചിട്ട് cos square xൻ്റെ ഫോമുല എഴുതാം കേട്ടോ. ഇൻ്റഗ്രൽ 0 to pi by 2 cos square x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 1 plus cos 2x by 2 dx. That is integral 0 to pi by 2 half plus half cos 2x dx. ഇനി രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു കോസ് 2xൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2x by 2 വിത്തിൻ ദ ലിമിറ്റ് 0 to pi by 2. ഇനി ഹാഫ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് സൈൻ 2x by 2 വിത്തിൻ ദ ലിമിറ്റ് 0 to pi by 2. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ pi by 2 പ്ലസ് സൈൻ പൈ by 2 മൈനസ് ലോവർ ലിമിറ്റിന് രണ്ട് ടേമിലും കൊടുക്കുമ്പോൾ 0 ആണ് വരിക. Therefore we get half into pi by 2 plus sin pi എന്ന് പറയുന്നത് 0 ആണ്, which is equal to pi by 4. Answer pi by 4.